ദേവമംഗൽ അസ്ട്രോമീഡിയയിലേക്ക് സ്വാഗതം. പൂരാട നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ഇവിടെ ഞാൻ പൊതുവായ ഫലമാണ് പറയുന്നത്. പൂരാട നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവനും കഴിഞ്ഞ വർഷം ആരംഭിച്ച കണ്ടക ശനി ദോഷം തുടരുന്നതിനാൽ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശനി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നതും കണ്ടക ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറച്ച് ശനിപ്രീതി നേടാൻ കഴിയും. ഈ കാലയളവിൽ മറ്റുള്ളവരുമായി വാക്തർക്കങ്ങളിലോ അനാവശ്യമായ കാര്യങ്ങളിലോ യാതൊരു കാരണവശാലും ഇടപെടാതെ സാത്വിക മനസ്സോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ പൂരാട നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളായ തിരുവോണം, ചതയം, ഉത്രട്ടാതി, പൂയം, ആയില്യം, ചിത്തിര ഈ നാളുകളിൽ ശുഭകാര്യങ്ങളാവുന്നതും ഒഴിവാക്കുന്നതും ഈ നാളുകാരുമായി തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കിടാവുകയോ കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം. പൂരാട നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ഏപ്രിൽ മാസം പൊതുവെ ഗുണകരമായി കാണുന്നു. എതിർപ്പുകളെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയും. സമൂഹത്തിലെ ഉന്നതരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. അതുവഴി അഭിമാനാർഹമായ പുരോഗതി ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഗുണകരമായി കാണുന്നു. ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനും സാഹചര്യം കാണുന്നു. മത്സര പരീക്ഷകളും ടെസ്റ്റുകളും അഭിമുഖീകരിക്കേണ്ടവർക്കും സമയം അനുകൂലമായി കാണുന്നു. തൊഴിൽ രംഗത്തുള്ളവർക്ക് സമയം ഗുണകരമാണ്. ഒന്നിലധികം തൊഴിലുകൾ ഒരേ സമയം ഏറ്റെടുക്കും. പൂർവിക സ്വത്തുകൾ കൈവശം വന്നുചേരും. ഗ്രഹത്തിൽ ഒരു ജനനം നടക്കാൻ സാധ്യതയുണ്ട്. ഊർജ്ജസ്വരതയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാകും. എന്നാൽ സുഹൃത്തുക്കളുമായി ചില സൗന്ദര്യപ്പിണക്കത്തിന് ഇടവരും. പൊതുപ്രവർത്തകർക്ക് അധ്വാനഭാരം വർദ്ധിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അത്ര ഗുണകരമായി കാണുന്നില്ല. ചില കഷ്ടനഷ്ടങ്ങൾക്ക് ഇടവന്നേക്കാം. പൂരാട നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്കും സമയം ഗുണകരമായി കാണുന്നു. പ്രണയിതാക്കൾക്കും വിവാഹാന്വേഷകർക്കും സാഫല്യം കൈവരും. തൊഴിലന്വേഷകർക്ക് സർക്കാർ സർവീസിൽ ജോലിക്ക് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്തുള്ളവർക്ക് തൊഴിൽ ഉന്നതിയും സ്ഥാനമാനങ്ങളും ലഭിക്കും. നഷ്ടപ്പെട്ട എല്ലാ അവസരങ്ങളും തിരികെ ലഭിക്കും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. പൂരാട നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മുൻകോപവും ക്ഷമയില്ലായ്മയും എടുത്തുചാട്ടവും പലവിധ ദോഷങ്ങൾക്കും കാരണമാകും. ശാരീരിക ക്ഷതങ്ങൾക്കും അതുമൂലം പല ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കും. കുടുംബത്തിൽ ദുരിതങ്ങളും അകാരണമായ കലഹത്തിനും ഇടയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ജീവിത പങ്കാളിയിൽ നിന്നുള്ള നിസ്സഹകരണം മാനസിക വൈഷമ്യത്തിന് ഇടവരുത്തും. സഹോദരങ്ങളിൽ നിന്നും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് പലവിധ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും. തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങൾക്കും ഇടവരും. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഉദ്ദേശിച്ച സഹായ സഹകരണങ്ങൾ ലഭിച്ചെന്നുവരില്ല. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. പൂരാട നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായി കാണുന്നു. തൊഴിൽ രംഗത്തുള്ളവർക്ക് തൊഴിലിൽ ഉന്നതിയുണ്ടാകും. എന്നാൽ ആരോഗ്യപരമായ സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചികിത്സ നേടാൻ യാതൊരു കാരണവശാലും കാലതാമസം വരുത്തരുത്. യാത്രാവേളകളിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾക്ക് ഇടവരും. പ്രത്യേകിച്ചും വാഹനം മൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങളുണ്ടാവും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. എന്നാൽ മാസാന്ത്യം അത്ര അനുകൂലമായി കാണുന്നില്ല. പൂരാട നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.